നമസ്കാരം. സി അച്യുതമേനോൻ്റെ മകൻ വി രാമൻകുട്ടിയുടെ പഠനകാലം. CPIയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായിരുന്ന N. കാർത്തികേയൻ അച്യുതമേനോൻ്റെ അടുത്തെത്തി മകനെ സ്റ്റുഡൻസ് ഫെഡറേഷൻ പ്രവർത്തനത്തിന് വിടാൻ അഭ്യർത്ഥിച്ചു. അച്ഛൻ മകനെ വിളിച്ച് ജില്ലാ സെക്രട്ടറിയുടെ മുന്നിൽ വെച്ച് തന്നെ അഭിപ്രായം ചോദിച്ചു. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ താൽപ്പര്യമില്ല എന്നായിരുന്നു രാമൻകുട്ടിയുടെ പ്രതികരണം. അച്യുതമേനോൻ പിന്നെ നിർബന്ധിച്ചില്ല. മക്കൾക്ക് മക്കളുടെ വഴി എന്നതായിരുന്നു അച്യുതമേനോൻ്റെ നയം. മുഖ്യമന്ത്രിയായിരുന്ന അച്ഛനോട് ഒരേ ഒരു കാര്യം മാത്രമാണ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ രാമൻകുട്ടി ആവശ്യപ്പെട്ടത്: സോവിയറ്റ് യൂണിയനിൽ പോയി പഠിക്കണം. മകനെ നിരുത്സാഹപ്പെടുത്തിയിട്ട് മുഖ്യമന്ത്രിയുടെ ഉപദേശം ഇങ്ങനെയായിരുന്നു: സാമ്പത്തികമായി ശേഷിയില്ലാത്ത, ത്യാഗം സഹിച്ച പാർട്ടി സഖാക്കളുടെ മക്കൾക്കായി നീക്കിവെച്ചിട്ടുള്ളതാണ് സോവിയറ്റ് യൂണിയനിലെ പഠന സൗകര്യം. അതിന് മോഹിക്കരുത്. ഒരിക്കൽ പോലും മക്കളാരും ശുപാർശകളുമായി അച്ഛനെ സമീപിച്ചിട്ടില്ല. അത് അച്ഛന് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് മക്കളായ സതിയും രാധയും ഡോക്ടർ വി രാമൻകുട്ടിയും ഒരുപോലെ മനസ്സിലാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ മക്കൾ പഠിക്കാൻ പോയിരുന്നത് നടന്നും ബസ്സിലുമാണ്. സർക്കാർ വാഹനങ്ങൾ ഒരിക്കൽ പോലും ഉപയോഗിക്കാൻ അച്യുതമേനോൻ അനുവദിച്ചിരുന്നുമില്ല. രണ്ടാമത്തെ മകൾ രാധ ഒരു ദിവസം കോളേജിൽ നിന്നും വരാൻ വൈകി. സമയം രാത്രിയായപ്പോൾ ഭാര്യ അമ്മിണിയമ്മ കാർ അയച്ച് മകളെ വരുത്തി. അതറിഞ്ഞ മുഖ്യമന്ത്രി അച്യുതമേനോൻ ക്ഷുഭിതനായി. പെൺകുട്ടി ആയതുകൊണ്ടാണ് കാർ വിട്ട് വരുത്തിയത് എന്ന അമ്മിണിയമ്മയുടെ മറുപടിയിൽ അച്യുതമേനോൻ തൃപ്തനായില്ല. കോളേജിലെ മറ്റു കുട്ടികളും കാറിലാണോ വീട്ടിലേക്ക് പോയത് എന്നായിരുന്നു അടുത്ത ചോദ്യം. അതിന് ഉത്തരമില്ലായിരുന്നു. ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ PKR വാര്യർ ഒരു നേരനുഭവം എഴുതിയിട്ടുണ്ട്. മകൾ സതിയുടെ ഹൃദ്രോഗ ചികിത്സയ്ക്കിടയിലാണ് അച്യുതമേനോനെ കൂടുതൽ പരിചയപ്പെടുന്നത്. ഞാൻ ചോദിച്ചു, ശസ്ത്രക്രിയയ്ക്ക് വെല്ലൂരിലോ മദുരാശിയിലോ പോകുന്നതല്ലേ നല്ലത്? ഡോക്ടർ ഇത്തരം ശസ്ത്രക്രിയകൾ ചെയ്യാറില്ലേ എന്നായിരുന്നു അപ്പോൾ അച്യുതമേനോൻ്റെ ചോദ്യം. ഡോക്ടർ പറഞ്ഞു, സാധാരണക്കാർക്ക് ഗത്യന്തരമില്ലാത്ത അവസ്ഥയിൽ ചെയ്യാറുണ്ട്. ഉടൻ അച്യുതമേനോൻ്റെ മറുപടി എത്തി: എൻ്റെ മകൾ ഒരു സാധാരണക്കാരിയാണ് എന്ന് കരുതിയാൽ മതി. 7 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ശേഷം അധികാരമൊഴിഞ്ഞ് തൃശ്ശൂരിൽ താമസമാക്കിയ അച്യുതമേനോൻ സാധാരണക്കാരനായി ജീവിച്ചു. മുറിക്കയ്യൻ ഷർട്ടും ഒറ്റമുണ്ടുമായിരുന്നു വേഷം. ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയും തീവണ്ടി ഓഫീസിൽ ക്യൂ നിന്ന് ടിക്കറ്റ് വാങ്ങി 2ാം ക്ലാസ്സിൽ കയറി പോവുകയും ബസ്സിൻ്റെ കമ്പിയിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യുകയും ചെയ്തിരുന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ മുഖ്യമന്ത്രിമാരുടെയും മക്കളുടെയും ഒക്കെ പേരിൽ ആരോപണങ്ങളും അപഖ്യാതികളും ഉയരുമ്പോൾ അച്യുതമേനോൻ്റെ ജീവിതത്തെ വേറിട്ട് നിർത്തുന്നത് ഇത്തരം ആദർശനിഷ്ഠമായ നിലപാടുകളാണ്. കേരളത്തിലെ രാഷ്ട്രീയ കുഴമറിച്ചിലുകൾ ഏറെ കണ്ട അച്യുതമേനോൻ ആത്മകഥ എഴുതാതെ കടന്നുപോയി എന്നത് കനത്ത നഷ്ടമായി. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന TN ജയചന്ദ്രൻ എഴുതിയ മന്ത്രിമാരും ഞാനും എന്ന പുസ്തകത്തിൽ ഇതേക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആത്മകഥ എഴുതാൻ ഞാൻ അദ്ദേഹത്തെ ഇടയ്ക്കിടെ പ്രേരിപ്പിക്കുമായിരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹത്തിന് ഒരു മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ: എഴുതിയാൽ സത്യം തുറന്നെഴുതണം. അത് ജീവിച്ചിരിക്കുന്നവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തും. അത് വേണ്ട. കേരള രാഷ്ട്രീയ ചരിത്രത്തിനുണ്ടായ ഏറ്റവും വലിയ നഷ്ടവും ഇതുതന്നെയാണ്. സത്യം സത്യമായി പറയാവുന്ന നേതാക്കൾ ഇനി ഇവിടെ എത്ര പേർ അവശേഷിക്കുന്നുണ്ട്? അതാണ് ചോദ്യം. കുടിലുകളിൽ കൂരകളിൽ കൺമണി പോൽ സൂക്ഷിച്ചൊരു ജനമുന്നണി നേതാവാണ് അച്യുതമേനോൻ. 7.5 പതിറ്റാണ്ടുകൾക്കപ്പുറം ആയിരങ്ങൾ ഏറ്റുപാടിയ പൊൻകുന്നം ദാമോദരൻ്റെ ഈ വരികൾക്ക് ഇന്നും എന്തൊരു മുഴക്കം!